മന്ത്രി പി.കെ. ബഷീറാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. സ്വാഗതം. അപ്പം ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. UDF സർക്കാർ യുനാനിമസ് ആയിട്ട് എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് 19 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷകരമായ സാഹചര്യമാണ്. ഇപ്പോൾ 4 തവണ MLA ആയി, ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. വളരെ വളരെ സന്തോഷത്തിൻ്റെ സമയമാണല്ലേ? അതെ, സന്തോഷമാണ്. ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം കിട്ടുക പറഞ്ഞാൽ ഒരു അംഗീകാരമാണ്. സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്കൊരു ഉയർന്ന സ്ഥാനം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതേമാതിരി സന്തോഷം. കച്ചവടത്തിൽ ലാഭം കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും? സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷം തന്നെ. എന്ന് മാത്രമല്ല, ഇതിപ്പോ ഏറനാട്ടില് താങ്കളുടെ നാട്ടിലെ ആളുകൾ കൂടുതൽ എംഗീകാരമാണിത്. ഏറനാട്ടിലെ ജനങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിച്ച ഓരോ തെരഞ്ഞെടുപ്പിലും എനിക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തന്ന, ആദ്യം ഞാൻ 11,000, നിങ്ങൾക്കറിയാം 14 13,000, 21 22,000, ഇടത്ത് ഇറങ്ങണ്ടായപ്പോഴും ഇപ്പോൾ 41,000. അതൊക്കെ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ, എൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഒരു സമ്മാനം കൂടിയാണ്. ഇപ്പോൾ പി.കെ. ബഷീർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തൊരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. നേതാവ് എന്ന നിലക്കാണെങ്കിലും MLA ആണെങ്കിലും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഫിഗറായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിയമസഭയിലെ വർത്തമാനങ്ങളാണെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്കിടയിലാണെങ്കിലും വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവ് MLA എന്നതാണല്ലോ താങ്കളുടെ ഒരു ഇത്. അപ്പോൾ അത് ആ തരത്തിൽ തന്നെ തുടരാനായിരിക്കും സ്വാഭാവികമായിട്ടും. അതന്നെ, വന്ന പോയി മറക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അഹങ്കരിക്കാനും പറ്റില്ല. ജനങ്ങളാണ് നമ്മളെ കരുത്ത്. ജനങ്ങൾ നമ്മളെ കൂടെ അല്ലെങ്കിൽ നമ്മൾ സീറോ ആണ്. പൊതുപ്രവർത്തകന്, രാഷ്ട്രീയ പ്രവർത്തകന്. അതാണ് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച ഒരു ഗവൺമെന്റിന് 1 കോടിയോളം വോട്ട് UDF കേരളത്തിലെ ജനങ്ങൾ നൽകാൻ കാരണം അവർ ജനങ്ങളിൽ നിന്ന് അകന്നതാണ്. നമ്മൾ ജനങ്ങളുമായി അടുക്കുക. അതിൻ്റെ ഒരു ഇതാണ്, മാസ് എൻട്രിയാണ് ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ. ഇതിപ്പോൾ ആദ്യ ക്യാബിനറ്റ് കഴിഞ്ഞു, തീരുമാനങ്ങൾ വന്നു. പക്ഷേ നമ്മളിപ്പം സംസാരിക്കുമ്പോഴും വകുപ്പ് സംബന്ധിച്ചൊരു ധാരണ പൂർണ്ണമായിട്ടായിട്ടില്ല അല്ലേ? അത് എന്നൊക്കെ ആവും. അതൊരു മുന്നണിയല്ലേ, ഘടകകക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി UDF എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ 40 കൊല്ലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു ആരെ സത്യം പറഞ്ഞു. അതിൻ്റെ വലിയൊരു വിജയമല്ലേ. പിന്നെ ജനാധിപത്യ പാർട്ടികളല്ലേ എല്ലാം, അതുകൊണ്ടുണ്ട്. മറ്റേ മാതിരിയുള്ള കേഡർ പാർട്ടികളല്ലല്ലോ. താങ്കൾക്ക് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്, ഇപ്പം ചരിത്രമുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ ഏത് വകുപ്പ് കിട്ടിയാൽ നന്നായിട്ട് ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ടോ? ഏത് വകുപ്പ് കിട്ടിയാലും നമുക്ക് ചെയ്യാം. നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിയല്ലേ. പിന്നെ വകുപ്പൊക്കെ നമ്മൾ പാർട്ടി ഒക്കെ തീരുമാനിച്ച് മുഖ്യമന്ത്രിക്ക് ലിസ്റ്റ് കൊടുത്ത് മുഖ്യമന്ത്രിയാണല്ലോ പിന്നെ അത് പരിശോധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ വയ്യ. ഇപ്പം നിങ്ങളിങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ചോദിക്കും, പക്ഷെ ഞാനെന്ത് പറയാനാ? ഇന്ന വകുപ്പ് അല്ലെങ്കിൽ ഇന്ന വകുപ്പ് ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ വകുപ്പിനെ പറ്റി പഠിക്കണമെങ്കിൽ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം പിന്നീട് അവസരത്തിൽ അല്ല, എന്നാലും ഇപ്പം മുസ്ലിം ലീഗിന് കിട്ടുന്ന 5 മന്ത്രിസ്ഥാനം, അതിനകത്തുള്ള വകുപ്പുകളെ കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്ന വകുപ്പ് കിട്ടിയാൽ നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ? അല്ല, അത് ഏത് കിട്ടിയാലും മതി. കാരണം ഞാൻ ഇന്നതാ പറഞ്ഞാൽ പിന്നെ എൻ്റെ ആഗ്രഹം അതാന്ന് പറയാൻ നടക്കട്ടെ. ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാം. അതെ, അപ്പോൾ അറിയാലോ അവിടെയാണല്ലോ ഇതൊക്കെ അതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ ഇന്നലെ നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭായോഗം കഴിഞ്ഞു. ആശാ വർക്കർമാർക്ക് പൈസ പ്രഖ്യാപിച്ചു. പിന്നെ വയോജന വകുപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ നമ്മുടെ ബസ് യാത്ര സ്ത്രീകൾക്ക്. അപ്പോൾ വളരെ ശുഭകരമായിട്ടുള്ളൊരു തുടക്കമാണ് അല്ലേ? അതെ, നല്ല തുടക്കമാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ജനങ്ങളോട് മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ, അതിൽ ആദ്യത്തത് ഇന്ദിരാ ഗ്യാരണ്ടി 5 പദ്ധതികളാണ്. അത് ആണ് ആദ്യഘട്ടത്തിൽ ഘട്ടഘട്ടമായി നടപ്പിലാക്കുക. അതാണ് നേരത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ. അപ്പോൾ ജനങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ്. 2013 ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ജനങ്ങൾ എങ്ങനെയുണ്ട് അതേമാതിരിയാണെന്ന് ജനങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ അവരുടെയും അതുപോലെ മറ്റുള്ളവരൊക്കെ കാണുന്നത്. അപ്പോൾ ആ പ്രതീക്ഷക്കനുസരിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്കെന്താ വെച്ചാൽ, നമുക്ക് ഈ പൊതുപ്രവർത്തകർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്കെ ഈ സാധാരണക്കാരായ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കൊരു മുൻഗണന എടുത്ത് അവരെ പറഞ്ഞു വിട്ട് അവരെ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവർക്കൊരു പോസിറ്റീവ് അപ്രോച്ച് നമ്മളെ കയ്യിൽ ഉണ്ടാകണം. ഇതിപ്പം അവിടെ താങ്കളുടെ മണ്ഡലത്തിലാണെങ്കിലും നേരത്തെ MLA ആയിരുന്ന കാലത്തെല്ലാം ഇപ്പോൾ ഈ മലയോര പ്രദേശങ്ങൾ, അവിടെ വന്യമൃഗശല്യം, ഇപ്പോൾ വനംവകുപ്പിന് ജീപ്പ് വാങ്ങിച്ചു കൊടുത്തു MLA ഫണ്ടിൽ നിന്ന്. എന്നതുപോലെ ഇപ്പോൾ കുറെ കൂടെ സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയാവുന്നൊരു MLA എന്ന നിലക്കുള്ള അനുഭവ പരിചയം സ്വാഭാവികമായിട്ടും വരും അല്ലേ? അത് വരും. ഒരുപാട് ആളുകൾ, നമുക്ക് ഈ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, വീട്ടിൽ ഒക്കെ നിൽക്കുന്ന ആളുകൾ, ഈ രോഗികൾ ഒക്കെ ബുദ്ധിമുട്ടായത്. അപ്പം ഞാൻ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനം നടത്തുന്നതാണ്. ഞാൻ വലുത് പറയല്ല, ഞാൻ സ്വന്തമായി നമ്മുടെ ചാരിറ്റീസിൽ ക്യാൻസർ ആശുപത്രി എടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ ആദ്യത്തിൽ സെമി ഗവൺമെൻറ്റും ഒരു ചാരിറ്റീസ് നടത്തുന്ന ഒരു ക്യാൻസർ ആശുപത്രി ഇടവണ്ണയിൽ സീതിയാജി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. അത് നല്ല ഒരു രീതി നടക്കണം. അവിടെ എല്ലാം സൗജന്യമാണ്. അതിൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത് സീതിയാജി ചാരിറ്റീസാണ്. സർക്കാർ 3 ഡോക്ടർമാർ, 2 സ്റ്റാഫ് നേഴ്സിന്, ലാബ് ടെക്നീഷ്യനെ തരുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന രോഗികൾക്ക് മാമോഗ്രാം, അൾട്രാസൗണ്ട്, കീമോ, അതുപോലെ ലാബ് ടെസ്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്.
ഇതിപ്പോൾ പിന്നെ കഴിഞ്ഞ സർക്കാർ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തിയതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഇതായിട്ട് ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല ഞങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരുകൾ എന്ന് പറയുന്നത് തുടർച്ചയാട്ടോ. അതിന് എല്ലാ കാര്യങ്ങളും പറ്റില്ല, എല്ലാം എന്താ പറ്റില്ല. അതിൽ ചില നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ടോ നമ്മുടെ നയത്തുമായിട്ടോ യോജിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകും. പിന്നെ സർക്കാർ ഇപ്പം ഉദാഹരണം ഒരു നവകേരള സദസ് 20 മന്ത്രിമാരും മുഖ്യമന്ത്രി പോയിട്ട് എന്താ ജനങ്ങളുടെ പരാതി കേൾക്കാനാണ് പോയത് അല്ലേ? പരാതി ആരാ കേട്ട്? ഉദ്യോഗസ്ഥന്മാർ കേട്ടു. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പണ്ടൊരാൾ പല്ല് ഡോക്ടർ അടുത്ത് പോയി. അപ്പോൾ പല്ല് ഡോക്ടർ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ അവനോട് വേറെ ആൾ പറഞ്ഞു കോഴിക്കോട് നല്ലൊരു ഡോക്ടറുണ്ട്, അവിടെ നിന്ന് പോയി നോക്കുക. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഈ പല്ല് ഡോക്ടറിനെ അവിടെ കോഴിക്കോട് ഉള്ളത്. ഇത് നമ്മൾ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും പരാതി കൊടുത്തു. ആ പരാതിക്ക് പരിഹാരമില്ലാത്തതുകൊണ്ടാണ് ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി കൊടുത്തത്. ആ പരാതി സ്വീകരിക്കുന്നതും ആ തഹസിൽദാറും ആ വില്ലേജ് ഓഫീസറാണ്. അതാ. അപ്പൊ അവിടെ എങ്ങനെ നേരിട്ടൊരു മന്ത്രി കൊടുത്താൽ അതിന്റെ പ്രായോഗിക സമീപനത്തിൽ അതിന് സഹായകരമായ പ്രയാസമില്ലാത്തൊരു ഉത്തരവ് ഉണ്ടായി കൊടുക്കണം. അവിടെയാണ് വിജയിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളെ അകറ്റി ഇപ്പൊ സെക്രട്ടേറിയറ്റ് ആളുകൾക്ക് വരാൻ കഴിഞ്ഞിരുന്നു. ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയോ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിലല്ലോ കാര്യങ്ങൾ തീരുമാനം. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞാൻ MLA, എനിക്കെതിരെ 50,000 വോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ അവരുടെയും ജനപ്രതിനിധിയാണ് ഞാൻ. ആശയങ്ങൾ തമ്മിലുണ്ടാവും, എതിരാളികളുണ്ടാവും, പക്ഷെ രാഷ്ട്രീയ ശത്രുക്കളില്ലല്ലോ. പക്ഷേ ഈ MLA ആയെന്ന പോലെ പക്ഷേ ആളുകളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ മന്ത്രിയാകുമ്പോൾ കുറെ കൂടെ പണിയും തിരക്കും ഒക്കെ വരില്ലേ? അതൊക്കെ നമ്മൾ കാണല്ലേ. വന്ന നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ താഴത്ത് നോക്കണം. ഇല്ലെങ്കിൽ 13 മന്ത്രിമാർ മറ്റേ സംസ്ഥാനമാണ് കേരളം. 13 മന്ത്രി നമ്മളൊരു സുരക്ഷാ വലയത്തിലും മറ്റുള്ളവരും ഒരു പറ്റം ആളുകളും നമ്മളെ കൂടി ബജാവ് കൂടിക്കാണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ പോയാലേ നമ്മളെ അഡ്രസ് ഉണ്ടാവില്ല. മറ്റൊരു കാര്യം വന്നാലേ സീതി ഹാജിയുടെ മകൻ എന്നത് ഇപ്പോൾ നമ്മൾ സീതി ഹാജിയെ കണ്ടിട്ടില്ലാത്ത ഒരു ജനറേഷൻ അല്ലെ കുറെ ചെറുപ്പക്കാരടക്കമുള്ള 35 വർഷമായി. പക്ഷെ സീതി ഹാജി എന്ന പേര് എല്ലാവർക്കും അറിയാം, കേരള രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അപ്പോൾ സീതി ഹാജി പക്ഷേ പലതവണ MLA ആയിട്ടുണ്ടെങ്കിലും മന്ത്രിയായിരുന്നില്ല. താങ്കൾക്കാണ് ആ ഒരു ഇത് കിട്ടിയത് അല്ലേ? പാപ്പാന്റെ പൊരുത്തവും അതൊക്കെ ആണ് ഉള്ളത്. അതുകൊണ്ട് കിട്ടി. പിന്നെ എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഞാൻ വാപ്പയുടെ കാലത്ത് തന്നെ MSFലും യൂത്ത് ലീഗിലും ഒക്കെ ഉണ്ട്. ഞാൻ 1988 പഞ്ചായത്ത് പ്രസിഡന്റായ ആളാണ്. അപ്പോൾ ആ ഒരു ഇതും പിന്നെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളും ഒക്കെയുള്ള പാർട്ടി തന്നൊരു അംഗീകാരമാണത്. അപ്പോൾ അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വാപ്പായുടെ പൊതുപ്രവർത്തന കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമ്മൾ സ്വാംശീകരിച്ചിട്ടുള്ളത്? വാപ്പാന്റെ നിന്ന് പൊതുപ്രവർത്തനം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വാപ്പാക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊക്കെ വാപ്പാക്ക് അകത്തൊന്നും പുറത്തൊന്നുമില്ലേ. എൻ്റെ അങ്ങനെ തന്നെ. അത് നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയായിരിക്കും. എനിക്ക് അകത്തും പുറത്തുമില്ല ഉള്ള കാര്യങ്ങൾ വേണം. വാപ്പ പറയണമെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്ത് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ രാവിലെ വാപ്പ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഇരിക്കും. അന്നൊക്കെ ഈ ചേറ്റുവടിമ ഒക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കണടിയിൽ എന്നെ കാണാൻ ഒരാളൊന്നും. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി കാണാൻ സംസാരിച്ചാണ് പറഞ്ഞു വിട്ടു. അപ്പോൾ വാപ്പനെ വിളിച്ചു, ഓടാ ചെന്നൈയായിരുന്നു. അങ്ങനെ വാപ്പ വിളിച്ചു. എന്തിനാ വന്നിങ്ങനെ 2-3 പ്രാവശ്യം വന്ന് പോകണത്. അപ്പോൾ ഞാൻ പറഞ്ഞ് മൂപ്പർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണം 5000 രൂപ, അതിന് സ്വത്ത് രജിസ്റ്റർ, അതിനെക്കുറിച്ച് നിയമപ്രശ്നമുണ്ടാണ്. എന്നാലേ ഒരു കാര്യമുണ്ട്, ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കൂലെങ്കിൽ അവനോട് അപ്പം തന്നെ പറഞ്ഞിട്ട് കേൾക്കാനേ വിഷമം ഉണ്ടാവുള്ളൂ. ഒരു 10 പ്രാവശ്യം ഒരാൾ നടത്തിക്കാണ്ട് അവൻ്റെ പിരാക്കം നമ്മൾ കേൾക്കാൻ നടക്കണം കേട്ടോ. അത് വളരെ ശ്രദ്ധിച്ചോണ്ടിട്ടോ. ആളുകൾക്ക് വിശ്വാസം വയ്ക്കുമ്പോൾ പിന്നെ ഒന്നും കൊണ്ട് ഒരു വില ഉണ്ടാവില്ല. പൈസയുടെ വില ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു, പൈസന്റെ വില ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതാണ് ഇതിന് തടസ്സമുണ്ട്. അങ്ങനെ പരിശ്രമം പറയാം. നമുക്കൊരു 10% ഒരു പോസിറ്റീവ്, 90% നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും 100% ആക്കാൻ പറ്റുക. തീരെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ നമ്മളെ വിളിക്കും, ഈ ആക്സിഡന്റ് ഉണ്ടാവും, നമ്മൾ ബന്ധുക്കളോ അല്ലെങ്കിൽ ആൾക്കാരായിരിക്കും മരിക്കും. ചിലർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഭയങ്കര ഇതുണ്ട്. ഞാൻ ആ ഫോണിൽ ഞാൻ നോക്കാം, ഞാൻ സീനെ വിളിച്ചിട്ട് വിളിക്കാതെ ഞാൻ പറയില്ല. ഞാൻ പറയും അത് നടക്കൂല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണും ആൾക്കാർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ നാളെ അത് അറിയാതെ മറവ് ചെയ്താൽ പിന്നെ അത് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, വേണ്ടാത്ത മണിക്കൂണ്ടാണ്. അത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വെറുതെ ഞാൻ നോക്കിയിട്ട് വിളിക്കാറ് കണ്ട് വരെ നിർത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പക്ഷെ കേൾക്കുന്നവർക്ക് ചില വിഷമം ഉണ്ടാവും. അതെന്താ അങ്ങനെ പറഞ്ഞ മുമ്പിൽ നമുക്കെന്നെ നടക്കൂല തോന്നുന്ന കാര്യം എന്തിനാ നമ്മള് പിന്നെ അത് വലിച്ചു കിട്ടിയിട്ട്
ഈ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചല്ല മത്സരമൊക്കെ എടുത്താൽ ഒരുപാട് ചോദ്യങ്ങൾ എന്തായിരിക്കും ഇങ്ങനെ മദ്രാസിലാണ് പഠിച്ചത് സ്കൂളിൽ അല്ലേ? അപ്പോൾ സാധാരണ എന്താ അങ്ങനെ സംഭവിക്കുന്നില്ല, 8ാം ക്ലാസ് തൊട്ട് 11ാം ക്ലാസ് വരെ മദ്രാസിൽ പഠിച്ചു അല്ലേ? അതെ, അത് എങ്ങനെ അത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ നാട്ടിൽ കുറച്ച് വികൃതിയായിട്ടൊക്കെ ഇറങ്ങണായിരുന്നു. അപ്പൊ എന്റെ എന്റെ കൊണ്ടുപോയി കണ്ട 69 കോഴിക്കോട് JDT കൊണ്ട് ചേർത്തു 5ാം ക്ലാസ്. അപ്പൊ ഞാൻ അവിടെ ചാടിപ്പോകും. അത് ചാടിപ്പോരാന്നാ പറയാ. പിന്നെ കൊണ്ടേ കണ്ടില്ല 70 അപ്പൊ ഫറൂഖ് കോളേജിന്റെ സ്കൂൾ ഹോസ്റ്റലിൽ കൊണ്ടു ചേർത്ത്. അത് അവിടുന്ന് ഞാൻ 1 മാസം കൊണ്ട് പോകുന്നു. അതിന് അപ്പൊ അല്ലെങ്കിൽ ഞാൻ കണ്ണത്തത് എത്തിച്ചു തന്നു. അങ്ങനെ CH സഹായത്തോടു കൂടിയാണ് മദ്രാസിൽ അവിടെ നിന്നാണ് ജീവിതത്തിൽ ഒരുപാട് വൈത്തിരിവുകൾ. എനിക്ക് ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം. ഞാൻ ഒന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് ചെല്ലല്ലേ, ഒരു തനി നാടൻ ഒരു പ്രദേശത്ത് ചെല്ലല്ലേ. അപ്പോൾ ഈ മദ്രാസ്, അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മദ്രാസൊക്കെ അന്ന് ഒരുപാട് ദൂരല്ലേ? അപ്പോൾ അത് ചെറിയ പ്രായമാണ്, 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ചേരുന്നത്. അപ്പോൾ ഭയങ്കര മനോവിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉറങ്ങാറില്ലേ, ഉമ്മ എപ്പോഴും കാര്യം, ഉമ്മ അപ്പയും തമ്മിൽ എപ്പോഴും അതിന് വഴക്കായിരുന്നു. പക്ഷെ ഇപ്പൊ പോയി പിന്നെ അവിടെ പോയി ഇതേമാതിരിയല്ലോ. ഇന്നത്തെ ഒരു ഫ്ലൈറ്റും കാര്യമൊന്നുമില്ല. ട്രെയിനിൽ പോകണം, ഉച്ചക്ക് 2 മണിക്ക് പോയി രാവിലെ എത്തണം, 3 മാസം കഴിഞ്ഞിട്ട് പോരാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഒരു പ്രയാസം ഉണ്ടായി ആദ്യത്തെ. പിന്നെ അതാണ് പിന്നെ അവിടെ സെറ്റായി, അവിടെ ആളുകളായിട്ട് സെറ്റായി. പിന്നെ അവിടെ ചെന്നപ്പം ഹോസ്റ്റലുകാർ, അതിന് പിന്നെ നമുക്ക് തമിഴ്നാട്ടുകാര്, ആന്ധ്രക്കാര്, UP-ക്കാര്, അപ്പൊ അങ്ങനെയൊക്കെ ഭാഷ കുറെ പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെ തമിഴ് പഠിച്ചു, പിന്നെ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടായി. പിന്നെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെറുക്കാനൊക്കെ ഉണ്ടായി. അതൊക്കെ അതിനൊക്കെ ഒന്ന് ഫേസ് ചെയ്തു. അപ്പൊ പിന്നെ നമ്മുടെ ഒരു ഇതിൽ അവിടെ വന്നു. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെറിയ പ്രായത്തിൽ മറ്റൊരു സ്ഥലത്ത് അച്ഛനും അമ്മയും പാപ്പയും അമ്മയിൽ നിന്ന് മാറിയിട്ട് പഠിച്ച് ഇതുകൊണ്ടുള്ള ആത്മവിശ്വാസം പിന്നീട് രാഷ്ട്രീയത്തിലൊക്കെ പൊതുപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായി. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിട്ടൊക്കെ മത്സരിച്ചു. അന്നൊരു പാർലമെന്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ജയിച്ചു വന്നിരുന്നു. പിന്നെ മദ്രാസ് പഠിച്ച പോലെ. പക്ഷെ ഞാൻ വായിക്കും, നന്നായി പത്രം വായിക്കും. അന്ന് ഈ മനോരമയും മാതൃഭൂമിയും ചന്ദ്രികയൊക്കെ പത്രമുള്ളൂ. പത്രങ്ങൾ ഞാൻ വായിക്കും. അന്ന് ഞാൻ ഒരു രസകരമായ സംഭവം എന്താ വെച്ചാൽ മദ്രാസിൽ ഞാൻ ചെന്ന സ്കൂള് ഇന്നും കേരളത്തിലെ കോളേജുകൾ അങ്ങനെ ഉണ്ടാവില്ല. അന്ന് 8ാം ക്ലാസ് സ്റ്റാൻഡേർഡ് ക്രിസ്ത്യൻ കോളേജിന്റെ സ്കൂളാണ്. ക്യാമ്പസിൽ തന്നെയാണ്. അല്ല, അതിന്റെ ഒരു 10 കിലോമീറ്റർ പുറത്ത്. അതൊരു 11 ഏക്കർ സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റാലിനൊക്കെ പഠിച്ച അവിടെയാണ്. ഞാൻ എന്റെ സീനിയർ മനസ്സിലായി. പിന്നെ അവിടെ ഞാൻ ആദ്യമായിട്ട് ക്രിക്കറ്റ് കാണുന്നത്, ആദ്യമായിട്ട് ഹോക്കി കാണുന്നത്, ഒരു പാറ്റ് ടെന്നീസ് കാണുന്നത് ഒക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ്. ഒരു വലിയ ഒരു 12ാം ക്ലാസ് ഒരു സ്കൂളിൽ 2 സ്റ്റോർ ബിൽഡിംഗ് ആണ് ലൈബ്രറി. ഇലക്ഷൻ വീക്കിലൊക്കെ അന്നാണ് കാണുന്നത്, പത്രങ്ങൾ കാണുന്നത് ഒക്കെ. അങ്ങനെ ഞാൻ ചെന്നതിന് ശേഷമാണ് അവിടെ മലയാള പത്രം വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഹോസ്റ്റലിൽ സർവൻറ്റ് ക്വാർട്ടേഴ്സ് പോയിട്ട് അവിടെ മലയാളീസ് ഉണ്ട്, സർവൻസ് ക്യാൻറ്റീൻ. അന്ന് കോഴി വളർത്തുന്ന സ്ഥലമാണ് ഈ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കോഴി വളർത്തുന്നത്. അന്ന് രാവിലെ ഞങ്ങൾക്ക് രാവിലത്തെ മോർണിംഗ് ടീക്ക് എക്സസൈസ് കഴിഞ്ഞാൽ ഒരു ചായയും മുട്ടയും തരും. അപ്പോൾ ആ മുട്ടയൊക്കെ അവിടെ ഉണ്ടാക്കണം. അതൊക്കെ നമ്മളങ്ങനെ കാണുക, അതൊരു അത്ഭുതമല്ലേ ആലോചിച്ചു. അപ്പോൾ ഞാൻ പത്രം സർവൻറ്റ് കോളേജിൽ രാവിലത്തെ പത്രം വൈകുന്നേരം 6 മണിക്കാണ് വരിക. അപ്പോൾ ഞാൻ സർവൻറ്റ് കോളേജിൽ പോയി ഇറങ്ങുമ്പം പ്രിൻസിപ്പാള് എന്നെ കണ്ടു. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത്. അത് പിന്നെ വൈകുന്നേരം 1:30 മണിക്ക് ആടനവരൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പേപ്പർ വായിക്കണം, മലയാള പത്രമാണ്, ഇനി പോകണ്ട, അവിടെ അറേഞ്ച് ചെയ്യാറ്. അങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. ഹോസ്റ്റലിൽ പത്രം വെച്ച് തന്നു. 4 മലയാളികളുണ്ടായിരുന്നു. 4 മലയാളികളുണ്ടായിരുന്നു. 2 ആൾക്കാർക്ക് ഈ നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയാണ്. പിന്നെ ഒരു പയ്യൻ തിരുവനന്തപുരത്തെ MLA PM മുഹമ്മദ് ഖാന്റെ മാന്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ പഠനം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 11ാം ക്ലാസ് ആയപ്പോഴേക്കും ഞാൻ നന്നായി ഫുട്ബോൾ കളിക്കും. ഞാൻ സെൻട്രൽ ഫോർവേഡ് ആയിരുന്നു. സെക്കൻഡറി സ്കൂളിൻ്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അതിന് മത്സരത്തിന് ഇന്റർ ഡിസ്ട്രിക്ട് മത്സരത്തിന് പോയപ്പോൾ എൻ്റെ കോളർ ഫ്രാക്ചറായി. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ 2 മാസത്തെ ക്ലാസ് പോയി. അപ്പോഴേക്കും 77 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അപ്പോൾ ബിസിനസ് നടത്താൻ ആൾ കാണുന്നത്. അപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്നാൽ മതിയാണ്. പക്ഷേ എൻ്റെ ഒരു ഗവൺമെൻറ് ഇതിൽ കൂപ്പൊക്കെ ഓപ്ഷൻ ചെയ്തു. ഞാൻ സ്കൂളിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാപ്പ അന്ന് ടെലഗ്രാമാ, അല്ലെങ്കിൽ ലൈനിങ് കോൾ അടിക്കണം, ട്രക്കൊന്നും കിട്ടൂല ഹോസ്റ്റലിൽ. അപ്പോൾ ടെലഗ്രാം വന്നു നാട്ടിൽ പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇലക്ഷന് മത്സരിക്കണം, അപ്പം കോൺട്രാക്ടൊക്കെ എൻ്റെ പേരിലാക്കണം, എങ്ങനെയൊക്കെ എൻ്റെ പേരിലേക്ക് കഴിഞ്ഞ് പഠിപ്പ് കുത്തികളാണ്. അത് എപ്പോഴാണ് പറയുന്നത് അറിയണത്, ജനുവരിയിൽ മാർച്ചിൽ എക്സാമാണ്. അപ്പോൾ CH പറഞ്ഞാൽ കോഴ്സ് പൂർത്തീകരിച്ചോട്ടോ, ഞാനൊന്നും പഠിച്ചിട്ട് ഒന്നുമില്ല ഇവിടെ എത്തിയത്. അതിനൊരു നഷ്ടബോധമായിട്ട് തോന്നിയോ പിന്നീട്? ഇല്ല, അത് പിന്നെ
പിന്നെ അതിന്റെ ഓളത്തിലൊക്കെ പോയി. ഞാൻ ഓളത്തിൽ പോയി, പിന്നെ മാനേജ് ചെയ്തു, പിന്നെ ഒരു പുതിയ ലോകമായി. എന്നാലും പിന്നെ ഞാൻ പറയുന്ന ചെറിയ പ്രായമാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോഴും അല്ലേ? അതെ, 18 വയസ്സാണ്. 18 വയസ്സാകുമ്പോഴേക്കും തന്നെ ബിസിനസ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനും മതിയായ പരിചയം ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് പിന്നെ അതൊക്കെ നമ്മൾ അനുഭവങ്ങളാണല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടു പഠിക്കുകയാണല്ലോ. ആദ്യത്തെ 6 മാസമൊക്കെ ഉണ്ടല്ലോ ഒരു വാപ്പാന്റെ സപ്പോർട്ട് ഉണ്ടായിന്. പിന്നെ അങ്ങനെ നമ്മൾ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ സ്വയം ഒക്കെ പഠിച്ച് പിന്നെ അങ്ങനെ വന്നു. ഇപ്പം താങ്കൾക്ക് അല്ല അപ്പുറത്തുള്ള പക്ഷത്താണെങ്കിലും വലിയ ശത്രുക്കളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല, എതിരാളികളല്ലേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ പറയണം അവരോട്. നമ്മൾക്ക് പിന്നെ ഞാൻ ഈ വ്യക്തിപരമായിട്ട് ചില ഞാനൊരു MLA അല്ലെങ്കിൽ മന്ത്രിയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്ന ഇത് എനിക്ക് യോജിപ്പില്ല. നമുക്ക് ആശയം പറയാം, അവരായിട്ട് എതിർക്കുക, അതിനുള്ളൂ. എല്ലാവരും നല്ല സൗഹൃദമാണ്. വാപ്പ അങ്ങനെയായിരുന്നു. വാപ്പാൻ്റെ അടുത്ത ജോലിക്കാരായിരുന്നു നാനാർ സാറ്, അതുപോലെ മറ്റ് PS ശ്രീനിവാസ് സാറ്, PK വാസുദേവൻ സാറ്. വാപ്പാൻ്റെ ഏറ്റവും എന്താളെ ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച ആളെയാണ് കരുണാകരൻ സാറ്. അത് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഒക്കെ വാപ്പാൻ്റെ പെരുമാറ്റം കൊണ്ടാണല്ലോ. ഇപ്പോൾ വയനാട്ടിലെ ഭവന പദ്ധതി ആദ്യഘട്ടം സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചു. അത് നല്ല ഗംഭീരമായിട്ട് ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം പറയാനില്ലാത്തത് നന്നായിട്ട് പോയി. താങ്കളായിരുന്നു അതിന്റെ ചുമതല. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടെ കടക്കണം അല്ലെ? മന്ത്രിയായിരിക്കും. അടുത്ത ഘട്ടത്തിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ ജൂൺ മാസം 30-ാം തീയതി ആകുമ്പോൾ നമ്മൾ 25 വീട് താക്കോൽ എടുക്കാറ്. അതിൽ 15 വീട് പണി ഏതായാലും പൂർത്തീകരിക്കും. ബാക്കിയുള്ളതൊക്കെ സെപ്റ്റംബർ 30-ാം തീയതി ആകുമ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കും എല്ലാവർക്കും. അതിന്റെ ആ കണ്ണീരൊപ്പം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയത്. ഒരുപാട് ആൾക്കാർ വരുന്നല്ലേ, നമുക്ക് പറയാൻ പറ്റും. വലിയ അനുഭവം, ഭയങ്കര അനുഭവമായി. ഞാൻ രാവും പകലും ഒരു സെപ്റ്റംബർ മുതൽ അതിന്റെ താക്കോലാണ് ഫെബ്രുവരി 28 വരെ കൊടുക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരു കൊല്ലം നിരന്തരം വയനാട്ടിൽ യാത്ര ചെയ്തു. നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റും. അതിന് സങ്കടം. കൂടുതൽ 12 ആൾ പോയി, 10 ആൾ പോയി, 6 ആൾ പോയി, 8 ആൾ പോയി. അപ്പൊ ഞങ്ങൾ പാർട്ടി വീട് കൊടുക്കുമ്പോൾ ആൾക്കാരോട് അവിടെ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആരോട് പോയി ഇതാണ്ടാണ്. കാരണം പോയിക്കാണ്ട് ഓരോരുത്തരാണ് പിന്നെ ചോദിച്ചും ചാടിക്കുമ്പോൾ വെറുതെ പല ആൾക്കാരല്ലേ പലരുടെ നിങ്ങൾ എത്ര ആൾക്കാർ മരിച്ചു. ഇവര് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ പോകണ്ടെന്ന് തന്നെ പറഞ്ഞാലുള്ളൂ. ഞങ്ങളതാണ് ആ വീട് ചടങ്ങൊക്കെ അവരുടെ ഇഷ്ടത്തിന് നടത്താൻ പറഞ്ഞു. പിന്നെ അവർ നമ്മളെ നേതാക്കന്മാരെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം പോയി. നമുക്കതൊരു പബ്ലിസിറ്റി അല്ല, നമുക്കൊരു ജീവകാരുണ്യ പ്രവർത്തനം. നമ്മൾ പാർട്ടിയുടെ കാരുണ്യത്തിന് നോക്കുക. ഇപ്പോൾ ഞാൻ ആ ദൃശ്യങ്ങൾ വിഷ്വൽ കണ്ടു. അപ്പോൾ അതിനകത്ത് ഇപ്പം ഹിന്ദുക്കൾ ഹിന്ദുമത ആചാരപ്രകാരം അവരുടേതായിട്ടുള്ള രീതിയിലാണ് വീട്ടിൽ കൂടി ചടങ്ങൊക്കെ നടത്തിയത്. ഇപ്പോൾ ലീഗിനെതിരെ വല്ലാതെ പിന്നെ ഈ വർഗീയ ആരോപണങ്ങളൊക്കെ വരുന്നൊരു കാലവും കൂടിയാണല്ലോ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നൊക്കെ. അപ്പോൾ അത് വിഷമമുണ്ടാക്കില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴും? പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നല്ലോ. നമ്മളെ വിശ്വാസം കാര്യങ്ങൾ അന്യമതസ്ഥരെ ബഹുമാനിക്കണം, അവർക്ക് ആരാധനക്ക് അവർക്ക് സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നല്ലേ വിശ്വാസപ്പെട്ട ആൾക്കാർ. അപ്പം ദുരന്തം മനുഷ്യരല്ലേ, ആർക്കും വരാം. വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ഇതൊക്കെ പൊതുസംഭവം കാണുന്നുണ്ടല്ലോ. ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗിന് മദ്യത്തിൻ്റെ കാഴ്ചപ്പാടും ഉണ്ട്. കേരളത്തിൽ ഇന്ന് ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞത് ലീഗ് പോയാൽ പിന്നെ ആരവിടെ വളരുക? ലീഗാണ് ഈ എല്ലാവരെയും സാഹോദര്യത്തിന്റെ ഇതിൽ കൊണ്ടുപോകണം, മതേതര സ്വഭാവത്തോടു കൂടി. അതാണ് നമ്മളിപ്പോൾ വീട് വയനാട് കൊടുത്തല്ലോ. ഞങ്ങൾക്ക് 105 ആളിൽ 17 ആൾക്കാർ അതർ കമ്മ്യൂണിറ്റിയാണ് സർക്കാർ. ഞങ്ങൾ ആ 105 ആൾ നറുക്കിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ 51 ആൾ നറുക്കിടാതെ ചോദിച്ചു. അത് ഈ 17 ആൾ അതർ കമ്മ്യൂണിറ്റി ഞങ്ങൾ നറുക്കിടാതെ ആദ്യം തന്നെ അവർക്കാണ് ഞങ്ങൾ വീട് അലോട്ട് ചെയ്തത്. പിന്നെയാണ് ഞങ്ങൾ നറുക്കെടുത്തത്. അങ്ങനെയൊക്കെ ഇപ്പൊ അത് പ്രത്യേകമായിട്ട് പറയേണ്ടല്ലോ. രാഷ്ട്രീയവും കേരളത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു ലീഗ് അർഹിക്കാത്ത വിമർശനങ്ങളും ചീത്തവിളികളും കേൾക്കുന്നല്ലോ എന്നത് തോന്നില്ലേ? അതൊരു ദുഃഖമുണ്ട്, അതൊരു പ്രയാസമുണ്ട്. പിന്നെ പറയണവര് പറയട്ടെ, വരെ തൊള്ളാമ നിർത്താനില്ലല്ലോ. ഇപ്പോൾ ലീഗിനെ പറ്റി അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയിട്ട് അങ്ങനെ ഒരു അഭിപ്രായമല്ല പൊതുവിൽ. ഇപ്പോൾ മുസ്ലിം ലീഗുകാർ തന്നെ പലരും ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു മുന്നണിക്കകത്താണ്, മീൻസ് അങ്ങനെ പോലെയാണ്. അല്ല, മുന്നണിക്കകത്ത് ജമാഅത്തെ ഇസ്ലാം ഇല്ലല്ലോ. നമ്മളെ മുന്നണിക്ക് ലീഗല്ലേ, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, RSP ഒക്കെ എല്ലാ പാർട്ടികൾ. ജമാഅത്തെ ഇസ്ലാമിയോട് എന്തായിരിക്കും ഒരു നിലപാട് അങ്ങോട്ട്? അല്ല, അതില്ലല്ലോ. നമുക്ക് ജമാഅത്തെ ഇസ്ലാമില്ല. ഞങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാ സംഘടനകളെയും ചേർത്ത് പിടിച്ച് പോകണം. പക്ഷേ അവരും ഞങ്ങൾ തമ്മിൽ ആശയങ്ങളെ ഒക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷെ മുസ്ലിം ലീഗിന് ഒരു ഐഡിയോളജി ഉണ്ട്, മുസ്ലിം ലീഗിന് ഒരു ലക്ഷ്യമുണ്ട്. മുസ്ലിം ലീഗ് ആ തന്നെ പോകുള്ളൂ. പാർട്ടിക്ക് ഒരു നയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ പോകുള്ളൂ. ഇതിപ്പോൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ 3 പേര് വന്നപ്പോൾ പക്ഷേ മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് VD സതീശന് വേണ്ടി തന്നെ നിന്നു. അക്കാര്യത്തിൽ നിന്ന് വിട്ടുവീഴ്ചയൊന്നും ചെറിയ വിമർശനമൊക്കെ ആ ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പാർട്ടി പറഞ്ഞിട്ട് ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വിമർശനം ഉണ്ടാവും, ഏത് കാര്യത്തിലും ഉണ്ടാവില്ല. പാലത്തച്ചാലും 2 അഭിപ്രായം ഉണ്ടാവുമല്ലോ. മകൻ തച്ചോക്കട്ടെ,
അത് നന്നായി നടന്നവരുണ്ടാവും, മോശമായി നടന്നു. 90% ആൾക്കാർ എന്ത് പറയും? മോശമായി എന്ന് പറയും. 10% ആൾക്കാർ അതെന്താ ചിലപ്പോൾ അതാണ് കിട്ടേണ്ടത് അതൊക്കെ അതൊക്കെ എന്താ കുഴപ്പമുണ്ടോ? ഇതാണ്. അപ്പൊ അതൊക്കെ അത് ആ തരത്തിലുള്ള ഒരു എന്താണ് അതിൽ വിമർശകർക്ക് ഇപ്പൊ മാത്യു കുഴനാടനൊക്കെ വന്ന് ലീഗിനെ ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞു. അതിലൊരു ഓരോരുത്തരൊക്കെ ഒരു അഭിപ്രായമല്ലേ, നമ്മളിപ്പോ പൈസ അതിനെപ്പറ്റി ഒന്നും പറയാക്കില്ല അല്ലേ. ഒരു ഘട്ടത്തിൽ മന്ത്രിയാകില്ല എന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം നാട്ടിലാകെ പി കെ ബഷീറിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോഴാണ് മന്ത്രിസ്ഥാനത്തേക്ക് വന്നത്. അല്ല, പാർട്ടി മുന്തിയ പരിഗണന ആദ്യഘട്ടത്തിൽ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ പിന്നെ ന്യൂസല്ലേ, പല റിപ്പോർട്ടുകളും വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ന്യൂസ് വന്നു. പക്ഷേ പാർട്ടി പറഞ്ഞ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. എനിക്ക് 100% ഉറപ്പായിരുന്നു പാർട്ടി കൈവിടില്ല എന്നുള്ളത്. മന്ത്രിയാവുന്ന ഉറപ്പുണ്ടായിരുന്നു നേരത്തെ. അതെ, ഒരു അറിയിക്കുന്നൊരു സ്ഥാനം തരുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ടേം വ്യവസ്ഥ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാറക്കൽ അബ്ദുള്ളൂടെ 2.5 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരും, അല്ലെ മന്ത്രിസ്ഥാനത്തേക്ക് വരും, അങ്ങനെയല്ലേ? അതെ, അത് ആരുതാവൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ 2.5 കൊല്ലം കഴിഞ്ഞ ഒരു കാര്യമല്ലേ. ഇത് മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ ലീഗിന് കൂടുതൽ MLA മാരുള്ളത് കോഴിക്കോടാണ്. പക്ഷെ അവിടെ നിന്നൊരു മന്ത്രിസ്ഥാനം ഇല്ല. അല്ല, ജില്ലല്ല. ഇപ്പം നമ്മളെ ജില്ലക്കാരായിപ്പം അന്യ ജില്ലയിൽ നിന്ന് ഈ ജില്ലയിൽ ഒന്നും കണ്ട് സ്ഥാനാർത്ഥികളായിട്ടില്ലേ. അപ്പൊ അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോ ചെറിയങ്കില് മലബാറിന്ന് ചെറിയങ്കിലും ഒന്ന് ജയിച്ചതാണ് രമ്യ ഹരിദാസ്. അപ്പൊ ഓരോരുത്തരാണ്. അപ്പൊ ഓരോ ഘടകങ്ങളുണ്ടാവും, കഴിവും പ്രാപ്തിയൊക്കെ അല്ലേ. അപ്പൊ പിന്നെ പരിചയം സീനിയോറിറ്റി കാര്യങ്ങളൊക്കെ പാർട്ടി നോക്കൂല. എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഓരോ പാർട്ടി അല്ലേ. ഇപ്പോൾ ഒരു സർക്കാരായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില വിമർശനങ്ങൾ വരും, ചില പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ PM ശ്രീ മുസ്ലിം ലീഗ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിടാൻ വേണ്ടി പോയതിനെ വലിയ ശക്തമായിട്ട് എതിർത്തതാണ്. UDF ഭാഗത്തിനെ എതിർത്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 സംസ്ഥാനങ്ങൾ മാത്രമേ അത് ഒപ്പിടാതെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഒപ്പിടേണ്ടി വന്നാൽ ലീഗ് എന്ത് നിലപാടെടുക്കും? അല്ല, അത് പാർട്ടി നയം പറയും, UDF നയം പറയും. അത്ര ചില കുഴപ്പം പിടിച്ച കാര്യങ്ങൾ മുന്നിലുണ്ടെന്ന് കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, തീരുമാനം എടുക്കുന്ന സമയത്ത് അതിനെ ആലോചിച്ചിട്ട് നേതൃത്വം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി അധികാരിയായി പറയാൻ പറ്റില്ലല്ലോ. വിമർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ചില പല കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ UDF നേതൃത്വം തീരുമാനിക്കും. നിങ്ങൾ ഈ ചോദ്യങ്ങൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നിങ്ങളെ പല റൈറ്റപ്പും കാര്യങ്ങളും പല ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതവരെ വളരെ വളരെ നന്ദി. ഓക്കെ, നല്ല നിലക്ക് സർക്കാർ പ്രവർത്തനം പോകട്ടെ, വകുപ്പ് നന്നായിട്ട് മന്ത്രിയായിട്ട് ശോഭിക്കാൻ പറ്റട്ടെ.